Hi, Namaste. Welcome back to my channel Vintrader. Invested market ആയിക്കോട്ടെ MCX ആയിക്കോട്ടെ ഫോറക്സ് മാർക്കറ്റ് ആയിക്കോട്ടെ നമ്മുടെ സോഫ്റ്റ് വിൻട്രേഡിൽ എല്ലാ മാർക്കറ്റ് സപ്പോർട്ടാണ്. അതേപോലെ ഇൻട്രാഡേ സ്കാൽപ്പിംഗ് പോർഷൻ ട്രേഡ് ഏത് ട്രേഡ് വേണമെങ്കിലും നമുക്ക് നമ്മുടെ സോഫ്റ്റിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഫോറക്സ് മാർക്കറ്റിലെ ഗോൾഡിൻ്റെ പെർഫോമൻസ് ഉണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് മാർക്കറ്റ് അപ് ട്രെൻഡ് ആയിരുന്നു. അപ്പോൾ കുറച്ച് മുമ്പ് മാർക്കറ്റ് 1.5 ശേഷം മാർക്കറ്റ് ഡൗൺ ഇറങ്ങി. പക്ഷേ ഡൗൺ സൈഡ് ഇൻഡിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് ഇൻട്രാഡേക്ക് നമുക്ക് ആക്ച്വലി 30 മിനിറ്റ്സ് പ്രകാരം ട്രേഡ് കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് ഷോർട്ട് ട്രേഡ് അതായത് സ്കാൽപ്പിംഗ് എടുക്കുന്നവർക്ക് നമുക്ക് ചെറിയ ട്രേഡ് ആയിട്ട് നമുക്ക് 5 മിനിറ്റ്സ് ഒക്കെ ട്രേഡ് എടുക്കാമായിരുന്നു. അവിടെ നമുക്ക് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. 3492 നമ്മൾ ബ്രേക്ക് ഔട്ട് പോയി ചെറിയൊരു ട്രേഡ് നമ്മൾ മാർക്കറ്റിൽ നല്ലൊരു ചെറിയൊരു പ്രോഫിറ്റ് നമ്മൾ ആക്ച്വലി 70 വരെയൊക്കെ പോയിട്ടുണ്ട്. നല്ലൊരു ട്രേഡ് ആയിരുന്നു. ഷോർട്ട് അടിക്കാനുള്ള പോർഷൻ ഉണ്ടായിരുന്നു. സ്ട്രോങ് ആയിട്ടൊരു ഡൗൺ അല്ലെന്ന് സോർട്ട് അവിടെ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. ഇന്നത്തെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ല ഹ്യൂജ് റിട്ടേൺസ്, അതായത് ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഇന്ന് നല്ലൊരു റിട്ടേൺസ് കിട്ടിയ ദിവസമാണ്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 സെപ്റ്റംബറിലെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ നമുക്കൊരു അപ്സൈഡ് അതായത് അപ് ട്രെൻഡിലേക്ക് നമുക്ക് നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു. അത് കണ്ടിന്യൂഷൻ ആയിട്ട് പോയതാണ്. അവിടെ നല്ല റിട്ടേൺസ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് 1.5 ശേഷം വന്ന നമുക്ക് ഡൗൺഫോളിൽ സ്ട്രോങ് ബ്രേക്ക് ഔട്ട് എന്ന് സോർട്ട് കാണിച്ചിട്ടുണ്ട്. സ്ട്രോങ് ബ്രേക്ക് ഔട്ട് നമുക്ക് ഹ്യൂജ് റിട്ടേൺസ് എടുക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു. അതിന്റെ പുട്ട് ഓപ്ഷൻ നമുക്ക് 24,900 പുട്ട് ഓപ്ഷൻ 180 ബ്രേക്ക് ഔട്ട് പോയത് 379 വരെ നമുക്ക് ഒറ്റയടിക്ക് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല റിട്ടേൺസ് ആയിരുന്നു. അത്രയ്ക്ക് ഹ്യൂജ് ബ്രേക്ക് ആണെന്ന് കറക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ നിഫ്റ്റി വെച്ച് നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് ലെവൽ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് നല്ല ബ്രേക്ക് ആണെന്ന് മനസ്സിലായി. അവിടുന്ന് നമുക്ക് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാം. അതേപോലെ സ്വിംഗ് ട്രേഡിങ്ങിനാണെങ്കിലും നമുക്ക് 1 അവർ ചാർട്ട് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടും. നമുക്ക് 1 അവർ ചാർട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഐഷ്യൻ മോട്ടോഴ്സ് ഒക്കെ കഴിഞ്ഞ മാസങ്ങളിൽ ഫുള്ള് അപ് ട്രെൻഡ് പോയ ദിവസങ്ങളിൽ ഇപ്പോൾ BL നോക്കുകയാണെങ്കിൽ BL നമുക്ക് 30 ടൈം ഫ്രെയിം വെച്ച് നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. BL നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയാണ്. ഇപ്പോൾ BL പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ നല്ലൊരു ഡൗൺ ആയിരുന്നു. ഇപ്പോൾ ഈ ആഴ്ച 2-3 ദിവസമായിട്ട് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സിഗ്നൽസ് മോർണിംഗിൽ തന്നിട്ടുണ്ട്. 29th തന്നാണ്, 10:45 തന്നാണ്. അവിടുന്ന് കൺഫേം ആയി ബ്രേക്ക് ഔട്ട് ആയി 3 ദിവസങ്ങളായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്രോക്സിമേറ്റ് 8 പോയിന്റോളം കയറി നിൽക്കുകയാണ്. 367 നമ്മൾ ട്രേഡ് എടുത്തത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 376 ഇപ്പോൾ റണ്ണിങ്. സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു ഞാൻ ജസ്റ്റ് കാണിച്ചത്. ഇപ്പോൾ ബെല്ലിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബെല്ലിനകത്ത് നമുക്ക് ലാസ്റ്റ് വന്ന ഗ്രീൻ കളർ അപ്പാനുമാണ് ബൈ സൈഡ് എൻട്രി. ഈ ബൈസിക്കിളിൽ വന്നിരിക്കുന്നത് നമുക്ക് 10:45 അതിന്റെ എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിഗ്നൽസ് കൺഫേം ആയതിനു ശേഷം മാത്രം എൻട്രി എടുക്കുക. ഇപ്പോൾ സിഗ്നൽസ് വന്നാൽ ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും ഒരുമിച്ച് വേണം. അതേപോലെ സെൽ ഇൻഡിക്കേഷനും 2 ലെവൽ ഒന്നിച്ച് വന്നാൽ മാത്രം ട്രേഡ് എടുത്തേച്ചാൽ മതി. മാർക്കറ്റ് ഏതും ആയിക്കൊള്ളട്ടെ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാവുന്ന സ്ട്രാറ്റജിയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ 8.1 വേർഷൻ. ഇപ്പോൾ ഇന്നത്തെ ഗോൾഡിന്റെ പെർഫോമൻസ് ഞാൻ കാണിച്ചത്. ഗോൾഡ് സ്കാൽപ്പിംഗിൽ വന്ന് ഇപ്പോഴത്തെ ട്രേഡാണ്. ഇപ്പോൾ സിഗ്നൽസ് ബൈ ഇൻഡിക്കേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 4:10 തന്ന ഇൻഡിക്കേഷൻ ആണ്. അതിന്റെ ഇപ്പം സിഗ്നൽ വെച്ച് നോക്കുമ്പോൾ അതിന്റെ എൻട്രി പോയിന്റ് ടാർഗറ്റുകളും താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിഗ്നൽസ് അനുസരിച്ച് കൺഫർമേഷൻ ലെവൽസ് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പം നോക്കുന്ന സമയത്ത് ഇവിടെ ഗ്രീൻ കളർ അപ്പാരോ നമുക്ക് തന്ന സമയത്ത് അവിടെ ക്യാൻഡിൽ കളർ ഇപ്പോൾ ഗ്രീനും താഴെ ഗ്രീനും പൈസോണും ആയിട്ടുണ്ട്. ഇതെല്ലാ ലെവലും ഓക്കെ ആയതുകൊണ്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റ് ട്രേഡ് എടുക്കാം. അവിടുന്ന് നമ്മൾ എടുക്കേണ്ട എൻട്രി പോയിന്റ് ഇപ്പോഴത്തെ ലൈവ് റേറ്റ് ആണ്. അതിന്റെ ടാർഗറ്റ് താഴെ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ നമുക്ക് ഫസ്റ്റ് എക്സിറ്റ് ചെയ്യാം. അതിന്റെ SL ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രീൻ കളർ അതായത് നമ്മുടെ ബൈ സൈഡ് ഗ്രീൻ കണ്ടിന്യൂസ് എടുത്തോളം നമുക്ക് ബൈ കണ്ടിന്യൂ ചെയ്യാം. അത് എങ്ങാനും റിവേഴ്സ് പോകുന്ന സമയത്ത് ആ സമയത്ത് എക്സ്ട്രാ കളർ നമുക്ക് 2-3 ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഒന്ന് എക്സ്ട്രാ കളർ, രണ്ടാമത്തെ നമുക്ക് ഇവിടെ സോൺ നോക്കി എക്സിറ്റ് അടിക്കാം. അതല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ഇപ്പൊ നല്ലൊരു ഹ്യൂജ് അപ് ട്രെൻഡിലേക്ക് പെട്ടെന്ന് പോയി നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ട്രെൻഡ് ലൈൻ ഈ ലൈൻ അപ് ഡൗൺസ് ലൈൻ ആണ്. അത് നോക്കി നമുക്ക് വേണേൽ എക്സിറ്റ് ചെയ്യാം. അതല്ല നമുക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ താഴെ ഗ്രീൻ മാറുന്നവരെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പല സാഹചര്യങ്ങളും നമുക്ക് എക്സിറ്റ് ലെവൽ പിടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സോഫ്റ്റ്വെയറിൽ നമുക്ക് കളർ കോമ്പിനേഷൻ ആയിട്ട് സൈഡ് വേ സെറ്റ് ചെയ്തിട്ടുണ്ട്. എക്സിറ്റ് ലെവൽ നമുക്ക് കണ്ടെത്താനായിട്ട് നമുക്ക് എക്സ്ട്രാ കളർ വഴിയും അതേപോലെ പല മെസ്സേജസും വഴിയും നമുക്ക് അലേർട്ട് മെസ്സേജ് ആയിട്ട് കിട്ടുക. അങ്ങനെ പല ഇൻഡിക്കേഷനും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ള ഫുൾ ലൈഫ് സെക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇതിൽ ഏത് മാർക്കറ്റ് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഇതിൽ പല മാർക്കറ്റിൽ പല ടൈം ഫ്രെയിംസ് വെച്ചിട്ട് നമുക്ക് ഇൻട്രാഡേ ആയിക്കോട്ടെ സ്കാൽപ്പിംഗ് ആയിക്കോട്ടെ പോർഷൻ ആയിക്കോട്ടെ നമുക്ക് എല്ലാം വർക്കൗട്ട് ചെയ്യാവുന്ന സ്ട്രാറ്റജികൾ തന്നെയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാകും എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.